പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനം ദാവീദിൻ്റെ സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും, അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസിയുടെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈവിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ദാവീദ് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന്, നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണം, വചനത്തെക്കുറിച്ച് ധ്യാനിക്കണം. നമ്മൾ നിരന്തരം കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന മക്കളായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുകയും ചെയ്യണം. അപ്പോഴാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് കർത്താവ് നമ്മിൽ വന്ന് വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും കർത്താവ് നമ്മുടെ മേൽ കൃപ ചൊരിയണം. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ചിരിക്കാനും കർത്താവിൻ്റെ വചനം അനുസരിക്കാനും ആ വചനത്തിൽ നിലനിൽക്കുവാനും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈവിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അപ്പോൾ ദാവീദിൻ്റെ കണ്ണ് തുറന്നിരിക്കുകയല്ലേ? ആണല്ലോ. എന്നിട്ട് ദാവീദ് എന്താ പറയുന്നത്? എൻ്റെ കണ്ണുകൾ തുറക്കണമെന്ന്. ഹല്ലേലൂയ. എന്തെന്ന് വെച്ചാൽ അകമുള്ള കണ്ണ് തുറക്കണമെന്ന്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു കണ്ണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഹൃദയം, അത് തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ കണ്ണുകളെ തുറപ്പിക്കും, നമ്മുടെ ഹൃദയത്തെ തുറപ്പിക്കും. കർത്താവിൻ്റെ വചനം ദർശിക്കാനും ആ വചനത്തിൽ ജീവിക്കുവാനും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരുമായി മാറുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നമുക്ക് താഴ്മയോട് നിൽക്കുവാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ തിരുനാമത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറയുന്ന ഒരു വാക്ക് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഈ ചെറിയവനിൽ ആർക്കെങ്കിലും നിങ്ങൾ ഒരു സഹായം ചെയ്താൽ അതെനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന നമ്മൾ ചിന്തിക്കണം, എനിക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുന്നോ? ഭൂമിയിൽ ഞാൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നോ? ഞാനൊരു നന്മ ചെയ്യുന്ന വ്യക്തിയാണോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നോ? ഇങ്ങനെ നമ്മൾ അങ്ങ് ചിന്തിക്കണം. നമ്മുടെ ഹൃദയം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവമേ, ഞാൻ ഏത് നന്മയാണ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസിയുടെ മേൽ കൃപ ചൊരിയണമേ. സഹോദരന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, എൻ്റെ ദാസിൻ്റെ മേൽ കൃപ ചൊരിയണമേ. അപ്പം നമ്മൾ സഹോദരിമാർ ഈ വചനം വായിക്കുമ്പോൾ പറയണം, ദാസിയുടെ മേൽ കൃപ ചൊരിയണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എന്നും നിലനിൽക്കുന്ന വചനമാണ്. ആ വചനത്തിന് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനം ഒരിക്കലും കടന്നു പോകത്തില്ല. കർത്താവിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. വചനങ്ങൾ ഇടാനായിട്ട് ഏറെ താമസിച്ചെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെ ഓർക്കണം. നമുക്കങ്ങനെ ദൈവവചനത്തിൽ വളരാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരാം, ദൈവത്തോടൊപ്പം ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സ്നേഹവും
പുത്രൻ്റെ വാത്സല്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരുണയിൽ എല്ലാവരെയും, അങ്ങയുടെ സമൃദ്ധിയിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന മക്കളെ, ധ്യാനിക്കുന്ന മക്കളെ, വചനത്തോടൊപ്പം ജീവിക്കുന്ന മക്കളെയെല്ലാം കർത്താവ് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തി നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.